ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എയ്ബ് എക്സാമിനേഷനെ കുറിച്ചിട്ടാണ്. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും അറിയേണ്ടത് എന്താണ് എയ്ബ് എക്സാമിനേഷൻ എന്നുള്ളതാണ്. എയ്ബ് അല്ലെങ്കിൽ AIBE എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ എന്നാണ്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നാഷണൽ ലെവലിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമിനേഷനാണ് എയ്ബ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എയ്ബ് എക്സാം പണ്ട് മുതലേ ഉണ്ടോ? ഇല്ല. 2010 തൊട്ടാണ് എയ്ബ് എക്സാമിനേഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ലോ പ്രാക്ടീഷണേഴ്സിൻ്റെ കോമ്പിറ്റൻസ് എൻഷുർ ചെയ്യാനും അതേപോലെ തന്നെ ലീഗൽ പ്രൊഫഷൻ്റെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമിനേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആർക്കൊക്കെ ഈ എക്സാമിനേഷൻ എഴുതാം, എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എയ്ബ് എല്ലാവരും എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ കോർട്ടിലും അതേപോലെ തന്നെ ട്രിബ്യൂണൽസിലും പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന അഡ്വക്കേറ്റ്സിനാണ് എയ്ബ് എക്സാം കമ്പൽസറി ആയിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ഒരു റൂൾ പ്രകാരം നമുക്ക് ലോ ഗ്രാജുവേറ്റ്സിനും എന്ത് ചെയ്യാം, എയ്ബ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാം. അതിന് മുന്നേ വരെ എയ്ബ് 19 മുന്നേ വരെ അഡ്വക്കേറ്റ്സ് ആയിരുന്നു, അതായത് എൻറോൾ ചെയ്ത അഡ്വക്കേറ്റ്സ് ആയിരുന്നു എയ്ബ് എക്സാമിനേഷൻ എഴുതിക്കൊണ്ടിരുന്നത്. എയ്ബ് 19 തൊട്ട് ലോ ഗ്രാജുവേറ്റ്സ്, അതായത് ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും എന്ത് ചെയ്യാം, എയ്ബ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാം എന്നുള്ളൊരു പുതിയ റൂളും കൂടെ വന്നിട്ട്. എന്തിനാണ് നമ്മൾ ഈ എയ്ബ് എക്സാം എഴുതുന്നത്? അപ്പം നമ്മൾ ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ എൻറോൾ ചെയ്ത് 2 ഇയേഴ്സിനുള്ളിൽ നമ്മൾ എയ്ബ് ക്ലിയർ ചെയ്താലേ നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് കിട്ടുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ എവിടെ വേണേലും പ്രാക്ടീസ് ചെയ്യാവുന്നത്. ഇനിയാണ് നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് നടക്കുന്നത്, എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എക്സാമിൻ്റെ സിലബസ് എന്താണ് എന്നുള്ളതൊക്കെ. അപ്പം നമ്മുടെ എക്സാം വരുന്നത് ഓഫ്ലൈൻ മോഡാണ്, അതായത് പെൻ ആൻഡ് ബുക്ക് മോഡാണ്. അതേപോലെ തന്നെ നമുക്ക് ഓപ്പൺ ബുക്ക് എക്സാം ആണ്, നെഗറ്റീവ് മാർക്കില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് വരുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഓപ്പൺ ബുക്കാണ്, സിമ്പിളാണ്, എഴുതാനൊക്കെ ഈസി ആയിരിക്കും എന്നാണ് നിങ്ങളെ വിചാരമെങ്കിൽ അല്ല. കുറച്ചും കൂടെ ഒരു സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു എക്സാം തന്നെയാണ് എയ്ബ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പറയുമ്പോൾ അങ്ങനെയാണ് പറയുക, സില്ലി എക്സാം ആണ് എയ്ബ് എക്സാം എന്ന് പറയുമ്പോൾ, ഓപ്പൺ ബുക്കാണ്, നിങ്ങൾക്ക് പുസ്തകം നോക്കി എഴുതാവുന്നതാണ്. പക്ഷേ പുസ്തകം എങ്ങനെ നോക്കണം എന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന 2 പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ, പുസ്തകം എങ്ങനെ നോക്കണം എന്നറിയണം, അതേപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ്. ഇത് രണ്ടും നമ്മൾ പഠിച്ചാൽ നമുക്ക് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ എക്സാം വരുന്നത് 100 മാർക്സിലാണ്. ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നതും. ഈ 100 മാർക്ക് ക്വസ്റ്റ്യൻസ് വിത്തിൻ 3 hours നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ വിചാരിക്കും സിമ്പിൾ അല്ലേ, പുസ്തകം നോക്കി എഴുതാം. ബട്ട് എവിടെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയാണ്, ഏത് പുസ്തകത്തിലാണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിഞ്ഞാലല്ലേ നമുക്ക് പുസ്തകം നോക്കി എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് പുസ്തകം ഏത് ടൈപ്പ് ടെക്സ്റ്റാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്, നമ്മൾ ബെയർ ആക്ട്സ് ആണ് കൊണ്ടുപോകേണ്ടത്. വിത്തൗട്ട് കമൻസ് ഉള്ള ബെയർ ആക്ട്സ് ആണ് നമ്മൾ എക്സാമിന് വേണ്ടി കൊണ്ടുപോകേണ്ടത്. ഇനി നമുക്ക് എയ്ബിൻ്റെ സിലബസ് എന്താണ് എന്നുള്ളത് ഒന്ന് നോക്കാം. എയ്ബിൻ്റെ സിലബസ് ഞാനിവിടെ കൊടുക്കാം. ഇത്രയുമാണ് നമ്മൾ സബ്ജക്ട്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ മാർക്കുള്ള സബ്ജക്ട്സിനെ ഫോക്കസ് ചെയ്യുക ഫസ്റ്റ് തന്നെ. ഇപ്പോൾ 10 മാർക്കിൻ്റെ 8 മാർക്കിൻ്റെ ഒക്കെ വരുന്ന സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ അത് ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ വിട്ട് കളയാമെന്നല്ല, അത് ഫോക്കസ് ചെയ്യുക, അത് മെയിനായിട്ട് പഠിക്കുക, അതിൻ്റെ ഇൻഡെക്സ് നോക്കി പഠിക്കുക. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പം മോർ മാർക്സ് ഉള്ളതിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ബാക്കിയുള്ളതൊക്കെ അങ്ങ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. അത് നമുക്ക് പെട്ടെന്ന് തന്നെ ബുക്ക് നോക്കുന്ന സമയത്ത് കിട്ടും. ബാക്കിയുള്ളതൊക്കെ ഒന്ന് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കാൻ. മെയിൻലി നമ്മളുടെ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ പുസ്തകം എങ്ങനെ നോക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നതും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. വന്നൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഏത് ബുക്കാണ് നമ്മൾ എയ്ബിന് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ ഏത് ബുക്സാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ ഈ ബുക്സ് അവൈലബിൾ ആണ്. ബെയർ ആക്ട്സ് കോംബോ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ അതിൽ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൊടുത്തേക്കാം. ഇത്രയാണ് നമ്മൾ എയ്ബ് എക്സാമിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ. ഇനിയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്, പ്രൊസീജിയേഴ്സ്, കാര്യങ്ങളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എയ്ബ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്? ഓഫ് കോഴ്സ് നമ്മളുടെ ആധാർ കാർഡ്, 10th +2 മാർക്സ് കാർഡ്, അതേപോലെ തന്നെ നിങ്ങൾ 3 year LLB ആണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആൻഡ് LLBൻ്റെ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെയാണ് കൊണ്ടുപോകേണ്ടതായിട്ടുള്ളത്. അപ്പം എക്സാം ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് പ്രോപ്പറായിട്ട് അറിയില്ല. എയ്ബ് എക്സാം വർഷത്തിൽ 2 തവണയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പം ലാസ്റ്റ് ടൈം കഴിഞ്ഞത് ഡിസംബറിലായിരുന്നു. അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു. ഇനി നെക്സ്റ്റ്
മേ ബി ജൂൺ ഓർ ജൂലൈയിൽ ഈ എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതിന് മുന്നേയുള്ള മന്ത് അതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാസ് മാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ജനറൽ OBC കാറ്റഗറീസിന് 45% മാർക്കും ബാക്കിയുള്ള കാറ്റഗറീസിന് 40% മാർക്കുമാണ് വേണ്ടത് പാസ്സാവാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഫീസിൻ്റെ കാര്യത്തിലും ജനറൽ OBC കാറ്റഗറീസിന് 3500 ആണ് ഫീസ് വരുന്നത്, ബാക്കിയുള്ളവർക്ക് 2500 സംതിങ് ആണ് വരുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ എക്സാമിനേഷനെ കുറിച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജസ് അയക്കാവുന്നതാണ്. താങ്ക് യു.